ഹലോ നമസ്കാരം. ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുകയാണ് 23 തരം ഔഷധക്കൂട്ടുകളുമായുള്ള ബർമ കഞ്ഞി അഥവാ കോഴിക്കഞ്ഞി, എലത്തൂരൻ കോഴിക്കഞ്ഞി. നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ കോഴിക്കഞ്ഞി. 58 വർഷമായി എലത്തൂര് ആച്ചാം വീട്ടിൽ കുടുംബക്കാരാണിത് ഇവിടെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. എലത്തൂര് പരിസര പ്രദേശങ്ങളിൽ 6ഓളം പള്ളികളിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മളെ ഈ വലിയ പള്ളിയിലാണ്. അപ്പോൾ വലിയ പള്ളിയിൽ നിന്ന് വിതരണമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. വരൂ, കമോൺ. ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിവിടെ കോഴിക്കഞ്ഞി തയ്യാറാക്കുന്നത് 28 വർഷമായി. അബ്ദുസ്ലാംക്കാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന്റെ എത്ര കൂട്ടുകളാണ്? 23 കൂട്ട്. 23 തരം ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് സലാമുക? അതിൽ അരി, വലിയുള്ളി, ഉലുവ, കോഴി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം, പെരുംജീരകം, കരിവേപ്പില, ഏലക്കായ്, കറാമ്പ്, പട്ട, തേങ്ങാപ്പാല്, കടലപ്പരിപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ നെയ്യും അല്ലേ? ഇതെല്ലാം കൂടി ഫസ്റ്റ് ചേരുവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അത് ആയിട്ട് ചെറിയ ചെറിയ വട്ടച്ചെമ്പിലാക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും. എത്ര മണിക്കൂർ വേണം അത് റെഡിയായി വരുന്നത്? ചിലവ് 3-4 മണിക്കൂർ വേണം അല്ലേ? നിങ്ങൾ രാവിലെ മുതൽ തുടങ്ങുന്നില്ലേ കഞ്ഞിന്റെ പരിപാടി? 9 മണിക്ക് വരും ഞാൻ. നമ്മളെല്ലാവരും 9 മണിക്ക് എത്തും. 9 മണിക്ക് എത്തും. എത്ര മണി വരെ ഉണ്ടാവും? അതിപ്പോ 5 മണി, 5 മണി വരെ ഉണ്ടാവും. ഒരു ആച്ചാം വീട്ടില് ഈ തറവാട്ടിൽ വെച്ചിട്ട് ഇവിടെ പരിസരത്തൊക്കെ ഉള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഇവിടുന്നാട്ടോ വിതരണം ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നേരെ എലത്തൂർ വലിയ പള്ളിയിൽ അവിടെ ഉണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് വാങ്ങാം. അതുകൊണ്ടാണ് ഈ കഞ്ഞിക്ക് മതസൗഹാർദ്ദ കഞ്ഞിന്ന് കൂടി ഇപ്പോൾ പേര് വന്നിട്ടോ. ഏത് ജാതിയും മതവും ഉള്ളപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ക്യൂ നിന്നിട്ട് വാങ്ങാം. പള്ളിയിലാണ് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെയുള്ള പരിസരത്തുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ വീട്ടിൽ സൗകര്യം ചെയ്തിരിക്കുക കേട്ടോ. ഈ ചെമ്പൊക്കെ അടുക്കി വെച്ച് ഇങ്ങനെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എലത്തൂർ വലിയ പള്ളിയിലേക്കുള്ള ലോഡാട്ടോ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു 5 ലോഡ് പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ 6ഓളം പള്ളികളിലേക്ക് കൊടുക്കുന്നുണ്ട്. എലത്തൂര് വലിയ പള്ളി അടക്കം 6 പള്ളികളിലാണ് ഇത് കൊടുക്കുന്നത്. കണ്ടില്ലേ, പള്ളിയിൽ വലിയ ക്യൂ ആട്ടോ. ഈ വലിയ പള്ളിയിൽ വെച്ചിട്ടാണ് ഇവിടെ ആണുങ്ങൾക്കൊക്കെ ഉള്ള കഞ്ഞി വിതരണം. ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ പല സ്ഥലത്തും പല ദിക്കുന്നും വാങ്ങാൻ വരുന്നുണ്ട് കേട്ടോ. ഈ കഞ്ഞിന്റെ രുചി ഒന്ന് ടേസ്റ്റുകളൊന്ന് അനുഭവിച്ചറിയണ്ട കേട്ടോ. അപ്പൊ എല്ലാ റംസാൻ മാസവും 2-ാം തീയതി മുതൽ 2-ാം നോമ്പ് മുതൽ 28 വരെ ഇവിടെ കഞ്ഞി ഉണ്ടാവും കേട്ടോ. 5 മണിക്ക് വന്നിട്ട് ഇവിടെ ക്യൂ നിന്നാൽ നിങ്ങൾക്ക് കഞ്ഞി, നല്ല ഔഷധക്കൂട്ടുള്ള കഞ്ഞി വാങ്ങിപ്പോട്ടോ. ക്യൂവിൻ്റെ വലുപ്പം കണ്ടില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത്രയും ആളുകൾ, ഇനിയും ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ ദിവസം കൂടി വരുമെന്ന് ആ സംഘാടകർ പറഞ്ഞു കേട്ടോ. അപ്പം മറക്കണ്ട, കഞ്ഞി വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ കഞ്ഞി ഇവിടെ ഈ പ്രാവശ്യം അതിന് പേരും മാറിയിരുന്നു. മതസൗഹാർദ്ദ കഞ്ഞി എന്നാണ്. ബർമക്കഞ്ഞി മതസൗഹാർദ്ദ കഞ്ഞി. ആർക്കും വന്ന് വാങ്ങാട്ടോ, ഏത് മതക്കാർക്കും വന്ന് വാങ്ങാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നമ്മൾ കുടിക്കേണ്ട കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.